വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സിസ്റ്റർ ഏലിയാമ്മയെ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഹോസ്പിറ്റൽ വരാന്തയിൽ തന്നെ ശാരദാമ്മ നിൽക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ നൂലുകെട്ടിനായി കുഞ്ഞിനെയും ഒരുക്കുകയാണ് അർജുനും പ്രീതിയും കൂടി. അന്നേരം കുഞ്ഞങ്ങ് കിടന്ന് ബഹളം ഉണ്ടാക്കുകയും കരയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം പ്രീതി പറയുന്നുണ്ട്, ഒന്ന് പതിയെ ചെയ്യണം, കോടതിയിൽ വാദിക്കുന്നത് പോലെ ഒഫീഷ്യലായിട്ടല്ല, കുറച്ച് മയത്തിലൊക്കെ ചെയ്യുകയും പറയുകയും ഒക്കെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് മുൻപരിചയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ കളിയാക്കി അർജുനും പ്രീതിയും കൂടി കുട്ടി ഒരുക്കുകയാണ്. ഈ സമയത്ത് ഒരുങ്ങി കഴിഞ്ഞോന്നും പറഞ്ഞ് ശാലിനിയും ഒരുങ്ങി റെഡിയായി വരികയാണ്. അതേസമയം അർജുനും പ്രീതിയും ഒക്കെ ഒരുങ്ങി റെഡിയായിരിക്കുകയാണ് സെറ്റ് സാരിയൊക്കെ എടുത്ത്. തുടർന്ന് ഒരുങ്ങിയോടാന്നും പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ പ്രീതിയുടെ കയ്യിൽ നിന്നും ശാലിനി കൊഞ്ചിച്ചെടുക്കുകയാണ്. അന്നേരം കുഞ്ഞ് സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്ന കേട്ടിട്ട് ദേ കണ്ടോ, പിന്നെ ശാലിനിയോട് അവൾ മറുപടി പറഞ്ഞത് കേട്ടോ, ഇതുപോലെ ചെയ്യണം, അവൾക്ക് അമ്മയായിട്ട് മുൻപരിചയം ഒന്നുമില്ലല്ലോ എന്നിങ്ങനെ അർജുനെ തട്ടി പ്രീതി പറയുകയാണ്. അന്നേരം അതെങ്ങനെ ഉണ്ടാവും, ക്രിമിനലുമായിട്ടല്ലേ കൂട്ട് എന്നൊക്കെ പ്രീതി കളിയാക്കുന്നുണ്ട്. അന്നേരം അർജുൻ പറയുകയാണ്, അതെ എനിക്ക് എപ്പോഴും നീയുമായിട്ടാണല്ലോ കൂട്ട് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു മറുപടി പറയുകയാണ്. അന്നേരം ചിരിച്ച് സന്തോഷത്തോടു കൂടിയുള്ള അവരുടെ ആ കളിപറച്ചിലും പ്രീതിയുടെയും അർജുൻ്റെയും തമാശയും ഒക്കെ കേട്ടിട്ട് ശാലിനിക്ക് സന്തോഷമാകുകയാണ്. മതി നിങ്ങളുടെ പ്രേമമൊക്കെ പിന്നീടാകാം, നമുക്ക് താഴേക്ക് പോകാമല്ലോ എന്ന് ശാലിനി അവരോട് പറയുന്നുണ്ട്. ഇതേസമയം താഴെ ഹാളിൽ റെഡിയായിരിക്കുകയാണ് വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ. വിഷ്ണു ആരെയോ കാത്ത് നോക്കുന്നത് പോലെ വാതുക്കലേക്ക് കണ്ണും വീഴ്ചിരിക്കുകയാണ്. ഇതേസമയം എല്ലാ ഒരുക്കങ്ങളും റെഡി ആയില്ലേ എന്ന് രാഘവൻ നായരും വിഷ്ണുവിനെ ചോദിക്കുമ്പോൾ, അതെന്താ വെച്ചാൽ ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്, എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിഷ്ണു പറയുകയാണ്. ഇതേസമയം ഭാമ വരികയാണ്. ഭാമയും ഒരുങ്ങി റെഡിയായി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആളുകൾ ആരെയും കാണുന്നില്ലല്ലോ, ഇനി നമ്മൾ നേരിട്ട് പോയി ക്ഷണിക്കാത്തത് കൊണ്ട് ആരും വരില്ലേ എന്നൊക്കെ ഒരു സംശയം ഭാമയുടെ മുഖത്തുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതെന്തിനാ അമ്മ ഇപ്പോഴെല്ലാവർക്കും ഫോണിൽ കൂടെ ക്ഷണിക്കുന്നത് തന്നെയാണ് ഇഷ്ടം, പിന്നെ നമ്മൾ നേരിട്ട് പോയി ക്ഷണിക്കുമ്പോൾ അവരുടെ സമയം കൂടി പോകുന്നു, പിന്നെ വരാൻ ഇഷ്ടമില്ലാത്തവർ കാണും, അപ്പോൾ അവർക്ക് വരേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം കാണില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, അല്ല ഈ ഫോണിൽ കൂടെ ക്ഷണിക്കുമ്പോൾ അവർ മറന്നു പോകില്ലേ എന്നൊക്കെ വീണ്ടും ഭാമ അങ്ങ് സംശയത്തോടെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇല്ലമ്മ, നമ്മൾ തലേ ദിവസം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തുന്ന മെസ്സേജ് അയക്കും, പിന്നെ പിറ്റേന്ന് രാവിലെ ഗുഡ് മോർണിംഗിൻ്റെ കൂടെ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. അപ്പോൾ പിന്നെ അവർക്ക് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അവരെല്ലാം ഉറപ്പായിട്ടും വരും എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ, അപ്പോൾ നീ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തല്ലോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അപ്പം വിഷ്ണു അത് സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്താണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മോളിൽ നിന്നും ശാലിനി താഴേക്ക് വരുന്നത്. കൂടെ അർജുനും പ്രീതിയുമുണ്ട്. അന്നേരം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വിഷ്ണു പറയുന്നുണ്ട്, ദാ വന്നല്ലോ ഇന്നത്തെ താരം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങ് കുഞ്ഞിനെ കൊണ്ടുവരുന്ന ശാലിനിയിലേക്കാണ് പിന്നെ അവരുടെ ശ്രദ്ധ. തുടർന്ന് ഭാമ ചോദിക്കുകയാണ്, രാവിലെ തന്നെ ആൻറ്റിയുടെ കൂടെ പറ്റിക്കൂടിയോ, എൻ്റെ മുത്തിനെ ഇങ്ങ് കൊണ്ടുവന്നേന്ന് പറയുമ്പോൾ ദാ മുത്തശ്ശി എന്നും പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ശാലിനി. തുടർന്ന് ഓരോരുത്തരായി മാറി മാറി എടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നിനെ കൊണ്ടുവന്നേന്ന് രാഘവൻ നായർ പറയുമ്പോൾ ദാ മുത്തശ്ശെന്നും പറഞ്ഞ് രാഘവൻ നായരുടെ അടുത്തേക്ക് ശാലിനി കൊണ്ടു ചെല്ലുന്നുണ്ട്. പിന്നെ കുഞ്ഞിനെ പ്രീതി വാങ്ങുന്നു. എല്ലാവരും ഓരോരുത്തരായിട്ടങ്ങ് കൊഞ്ചിക്കുകയാണ്. കുഞ്ഞ് ഓരോരുത്തർ ചോദിക്കുന്നതിന് സമാധാനം എന്നുള്ള ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കൊക്കെ സന്തോഷമാകുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, സത്യമേ ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, അതിഥികളൊക്കെ വരാറായില്ലേ എന്നും പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ പൊന്നു പറയുന്നുണ്ട്, കുഞ്ഞ് അടുക്കളയിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല, അവിടെ ഇനി ഒരു ജോലിയും ബാക്കിയില്ല, രാവിലെ തന്നെ ഒരാൾ എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർത്തു എന്ന് പറയുകയാണ്. അന്നേരം ഭാമ അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് സത്യഭാമ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്ത് തീർത്തു എന്ന് ശാലിനിക്ക് മനസ്സിലാവുകയാണ്. അന്നേരം പ്രീതി പറയുന്നുണ്ട്, മരുമോളെ അടുക്കളയിൽ കയറ്റാതിരിക്കാനുള്ള അമ്മയുടെ അടവ് കൊള്ളാമെന്ന്. തുടർന്ന് ചിരിച്ചുകൊണ്ട് ഭാമ പറയുകയാണ്, എന്ന് ഇവളല്ലേ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്, ഇന്ന് ഇവൾക്ക് ഒരു റെസ്റ്റ് കൊടുക്കാമെന്ന്. അന്നേരം മോൾ അടുക്കളയിലൊന്നും കയറേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഭാമ പറയുമ്പോൾ ആ ഭാമ അങ്ങ് ശാലിനിയോട് സംസാരിക്കുന്നത് കേട്ട് വിഷ്ണുവിനങ്ങ് മുഖത്ത് അതിയായ സന്തോഷമാണ്. തുടർന്ന് അതിഥികൾ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങുകയാണ്. അന്നേരം ഇതാണ് ഞങ്ങളുടെ തങ്കക്കട്ടി എന്നൊക്കെ കുഞ്ഞിനെ കാണിച്ച് ഭാമ പറയുന്നുണ്ട്. അന്നേരം അവർ ഓരോരുത്തർ എടുക്കുകയും കുഞ്ഞിനെ ലാളിക്കുകയും സത്യാമ്മയെ പറിച്ചു വെച്ചതുപോലെ ഉണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ വിഷ്ണുവിനും സത്യഭാമയ്ക്കും എല്ലാവർക്കും അങ്ങ് സന്തോഷമാവുകയാണ്.
തുടർന്ന് വന്നവരൊക്കെ ഭാമയോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സത്യാമ്മയുടെ സാരി കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ നൂലുകെട്ടിന് വേണ്ടി ഇവള് സെലക്ട് ചെയ്തതാണെന്ന് ശാലിനിയുടെ കൈപിടിച്ചൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവർ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രസവം ഹോസ്പിറ്റലിലായിരുന്നില്ല അല്ലേ എന്ന്. അന്നേരം ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ കുഞ്ഞിനെ ചിലപ്പോൾ കിട്ടില്ലായിരുന്നു, അതിനേക്കാൾ സുരക്ഷിതമായ കൈകളിലായിരുന്നു ശാരദാമ്മ, പിന്നെ ശാലിനി എന്നൊക്കെ സന്തോഷത്തോടെ പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, സത്യാമ്മയ്ക്ക് ഇപ്പം മരുമകളോടുള്ള സ്നേഹം കൂടിയോ, എന്തു പറഞ്ഞാലും ശാലിനി ശാലിനി എന്ന് അവർ അങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, അത് കൂടിയതൊന്നുമല്ല, നേരത്തെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഭാമയുടെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സുസ്മിത ഒരു പഴയ സാരിയൊക്കെ ഉടുത്ത് മുടി തലയൊന്നും കെട്ടാതെ അലങ്കോലമായൊരു വേഷത്തിൽ സത്യഭാമയുടെ മുറ്റത്തേക്ക് വന്ന ഉടനെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ചുറ്റും വീടൊക്കെ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്നലെ അയച്ച ഫോട്ടോസും പിന്നെ എൻ്റെ ഇന്നത്തെ ഈ കോസ്റ്റ്യൂമും കൂടി ആകുമ്പോൾ ഭാമാൻ്റെ എല്ലാം അങ്ങ് വിശ്വസിക്കും, രോഹിത് ഒരു കുടിയനാണെന്ന് വിശ്വസിക്കും, പിന്നെ രോഹിത് കെട്ടി കൊലക്കയറി ഞാൻ പൊട്ടിച്ചിരിക്കും, രോഹിത്തെ നിനക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ ഞാൻ തരും എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു പ്രാകൃത വേഷത്തിൽ, ഒരു വൃത്തിയില്ലാത്ത വേഷമല്ല, ഒരു സാരി ഉടുത്തിട്ടുണ്ട്, അതങ്ങ് വാരി ചുറ്റി ഉടുത്തിരിക്കുകയാണ്. എന്നിട്ട് തലമുടിയൊന്നും കെട്ടാതെ കഴുത്തിൽ ആ ഒരു താലിച്ചരട് മാത്രം, എന്നിട്ട് ഇങ്ങനെ നടന്ന് അകത്തേക്ക് വരുന്നത്. ഇതേസമയം സത്യഭാമ അവരോടൊക്കെ നിങ്ങൾക്ക് കുടിക്കാൻ എന്താണ് എടുക്കേണ്ടതെന്നും പറഞ്ഞ് പൊന്നി എവിടെയെന്നും പറഞ്ഞ് ഇങ്ങനെ ചുറ്റും നോക്കിയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സത്യമ്മ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പിടിച്ചിരുത്തുകയാണ്. വേണ്ട മോളെ, നീ ഇന്ന് അടുക്കള കയറണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഭാമ പോവുകയാണ്. അന്നേരം പ്രീതിക്ക് അങ്ങ് ഒരു സന്തോഷവും ചെറിയ അസൂയും ഒക്കെ വരുന്നുണ്ട് ഭാമ ശാലിനി അങ്ങ് സ്നേഹിക്കുന്നതിൽ. രാഘവൻ നായർ പറയുകയാണ്, ശാലിനി മോളെ, നിന്റെ കാര്യം പോക്ക് തന്നെയാണ്, നിന്നെ അവളിനെ സ്നേഹിച്ചു കൊല്ലും എന്ന് പറയുമ്പോൾ ആ സന്തോഷ ചിരിയിൽ എല്ലാവരും അങ്ങ് പങ്കുചേരുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന സുസ്മിതയെ പ്രീതി കാണുന്നത്. ദേ ശാലിനി മുറ്റത്തേക്ക് നോക്കുമെന്നും പറഞ്ഞ് ശാലിനിയെ സുസ്മിതയെ കാണിച്ചു കൊടുക്കുകയാണ് പ്രീതി. അന്നേരം പെട്ടെന്ന് പ്രീതി വേറെ ആരും ശ്രദ്ധിക്കാതെ എഴുന്നേറ്റങ്ങ് മുറ്റത്തേക്ക് വന്നിട്ട് സുസ്മിതയെ വന്നേന്നും പറഞ്ഞ് സുസ്മിതയെ ബലമായിട്ട് പിടിച്ച് അങ്ങ് മറുവശത്ത് കൂടി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇതെന്താ കയ്യാങ്കളിയാണോ ശാലിനി എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കൈ വെക്കാത്തത് നിന്റെ ഭാഗ്യം, എന്തൊരു വേഷമാടി ഇത്, നീ എന്താ ഉറക്കപ്പായെന്ന് എണീച്ച് വന്നതാണോ എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ചൂടാവുകയാണ്. അന്നേരം ഭാമാൻ്റെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്, ഞാൻ ഈ നൂലുകെട്ടിന് വന്നതാണെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ക്ഷണിക്കേണ്ടത് സത്യാമ്മയുടെ മര്യാദ, പക്ഷെ വൃത്തിയായിട്ട് ഒരു വൃത്തിയുള്ള വേഷത്തിൽ നിനക്ക് വന്നൂടെ, നല്ലൊരു സാരി എടുത്തുകൊണ്ട് വന്നൂടെ എന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ ഭർത്താവ് ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്, അല്ലാതെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളൊന്നുമല്ല, എനിക്കുള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള സാരി തന്നെയാണ് ഇതെന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറഞ്ഞ് ജയിക്കുകയാണ്. പക്ഷെ ശാലിനി അന്ന് സമ്മതിക്കുന്നില്ല. ശാലിനി പറയുന്നുണ്ട്, നിനക്ക് ഇതിനേക്കാളും വൃത്തിയുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെ ഉണ്ടെന്നറിയാം, പിന്നെ നിന്റെ ഉദ്ദേശം സഹതാപ തരംഗം സൃഷ്ടിക്കലാണ്, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. മര്യാദയ്ക്ക് സാരി മാറ്റിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, അങ്ങോട്ട് പോയാൽ മതി എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം എൻ്റെ പട്ടി മാറ്റും സാരി, എന്നെ കൊണ്ട് സാരി മാറ്റിപ്പിക്കാനായിട്ട് നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് ശാലിനി സുസ്മിതയെ വെല്ലുവിളിക്കുന്നുണ്ട്. അന്നേരം നീ സാരി മാറ്റില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല മാറ്റില്ല എന്നിങ്ങനെ തറപ്പിച്ച് സുസ്മിത പറയുകയാണ്. തുടർന്ന് ഈ സമയത്താണ് പൊന്നി ചായയും കൊണ്ട് വരുന്നത്. കുഞ്ഞെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, ആ ചായ എന്നും പറഞ്ഞ് പൊന്നി ഇങ്ങനെ ചായ ആ ട്രേ നീട്ടുകയാണ്. അന്നേരം എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് എന്തോ ഐഡിയ ശാലിനിയുടെ മനസ്സിലങ്ങ് ഓർക്കുന്നത്. തുടർന്ന് ശാലിനി സുസ്മിതയോട് പറയുകയാണ്, നീ സാരി മാറ്റില്ലെങ്കിൽ വേണ്ട, നടന്ന് ക്ഷീണിച്ച് വന്നതല്ലേ, ഒരു ചായ എടുത്ത് കുടിക്ക്, ക്ഷീണം അങ്ങ് മാറ്റട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങനെ പറഞ്ഞത് പൊന്നിയും അങ്ങ് ശ്രദ്ധിക്കുകയാണ്. പക്ഷേ സുസ്മിതയ്ക്ക് ശാലിനിയുടെ ഐഡിയ ഒന്നും മനസ്സിലാവുന്നില്ല. സുസ്മിത ഒരു കപ്പ് ചായ എടുത്ത് കുടിക്കുകയാണ്. തുടർന്ന് ചായ കൊടുത്തിട്ട് പൊന്നിയും പോകുന്നുണ്ട്. അതേസമയം സുസ്മിത അങ്ങ് ചായ കുടിക്കുകയാണ്. ചായ ഇങ്ങനെ ചുണ്ടോട് ഇങ്ങനെ ചായ കപ്പ് ചേർക്കുമ്പോൾ ശാലിനി ഒന്നും അറിയാത്ത പോലെ സുസ്മിതയെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ കയ്യങ്ങ് വീശുകയാണ്. തുടർന്ന് ആ കപ്പിലിരിക്കുന്ന ചായ സുസ്മിതയുടെ സാരിയിലേക്ക് മൊത്തം വീഴുകയാണ്. നീ ഇത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്, എന്നെക്കൊണ്ട് സാരി മാറ്റിപ്പിക്കാനായിട്ട്, നിന്നേക്കാൾ മുകളിലാണ് എൻ്റെ ഐഡിയ, ഞാൻ ഈ സാരി എന്തായാലും മാറ്റാൻ പോകുന്നില്ല എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, നീ സാരി ഒന്നും മാറ്റണ്ട, പിന്നെ ഇന്ന് മുഴുവൻ
നീ ഈ സാരി ഉടുത്തുകൊണ്ട് ഇവിടെ നടന്നാൽ നിൻ്റെ തലയ്ക്ക് ഓളമാണെന്നേ എല്ലാവരും പറയുകയുള്ളൂ, പിന്നെ നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല എന്നൊക്കെ ശാലിനി പറയുകയാണ്. എന്നിട്ട് സുസ്മിതയും ഒന്ന് ആലോചിക്കുകയാണ്, പണി പാളിയല്ലോ, ഇനിയിപ്പോൾ രോഹിത് മുഴുക്കുടിയനാണ്, രോഹിത്തിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നതൊക്കെ ഭാമാൻ്റിയോട് പറഞ്ഞാലും ഭാമാൻ്റി വിശ്വസിക്കില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വിശ്വസിക്കില്ല സുസ്മിതയെ, വിശ്വസിക്കില്ല എന്ന്. അന്നേരം സുസ്മിത ഒന്ന് ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ട്, എനിക്കെന്തോ പറയാനുണ്ടെന്ന് ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചിന്തിച്ച് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നിൻ്റെ ഐഡിയയൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായി, ഇനിയിപ്പോൾ നീ ഈ സാരിയും ഉടുത്തുകൊണ്ട് ഇന്ന് മുഴുവൻ ഈ സാരി ഉടുത്തുകൊണ്ട് ഈ ഭാമാൻ്റിയോട് ഇല്ലാത്തതൊക്കെ പറയാൻ ശ്രമിച്ചാൽ നിൻ്റെ തലയ്ക്ക് ഓളമാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ, പിന്നെ നിന്നെ എല്ലാവരും പിടിച്ച് ആ നിലവിളി ശബ്ദമുള്ള വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഷോക്കൊക്കെ തരും എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി കളിയാക്കുകയാണ്. അന്നേരം അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയിൽ സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, മൈൻഡ് റീഡിങ് എന്നുള്ളൊരു കല ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ ദുഷ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും ഒരുമാതിരി നരകത്തിലേക്ക് നോക്കുന്ന പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ നീ സാരി മാറ്റുന്നില്ലല്ലോ, പിന്നെ പെട്ടെന്ന് സത്യമ്മയുടെ അടുത്തേക്ക് ചെല്ല് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശാലിനി എന്നും പറഞ്ഞ് സുസ്മിത കൈ പിടിക്കുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് മാറാൻ ഒരു സാരി എന്നിങ്ങനെ വിക്കി പറയുകയാണ്. സാരിയോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയടി എന്ന് ശാലിനി ദേഷ്യപ്പെടുകയാണ്. അന്നേരം എനിക്കൊരു സാരി വേണം എന്നിങ്ങനെ ഒരു വിഷാദ ഭാവത്തിൽ സുസ്മിത പറയുകയാണ്. തുടർന്ന് ഷെൽഫ് തുറന്ന് നല്ല വില കൂടിയ സാരിയും ഓർണമെൻറ്റ്സും ഒക്കെ എടുത്ത് ശാലിനി കൊടുക്കുകയാണ്. അന്നേരം ഇത്രയും വില കൂടിയതൊന്നും വേണ്ട എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം നിനക്ക് ഇത് ഇടാമെങ്കിൽ ഇട്ടാൽ മതി, കൂടെ ഈ മാച്ചിങ് ഓർണമെൻറ്റ്സും, പിന്നെ അല്ലെങ്കിൽ നീ ഈ ചായ വീണ സാരി എടുത്തുകൊണ്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്തായത് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണം, ഇടാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അതെല്ലാം സുസ്മിതയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് റെഡിയായി വന്ന് ഞാൻ താഴെ കാണും, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. അവിടെ ശാലിനിയുടെ ഉദ്ദേശം നടക്കുകയും ചെയ്തു, സുസ്മിതയുടെ പണി പാളുകയും ചെയ്തു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഏലിയാമ്മ സിസ്റ്റർ വന്ന് ശാരദാമ്മയോട് സംസാരിക്കുന്നുണ്ട്, കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാന്ത ദേഷ്യപ്പെടുകയാണ്, സിസ്റ്റർ പറഞ്ഞ പോലെയൊന്നുമല്ല, അയാൾക്കൊരു അസുഖമില്ല, ഇത്തിരി അഹങ്കാരമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഗോപാലകൃഷ്ണൻ വരുന്ന എല്ലാവരെയും ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത്. രാജേശ്വരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറേ അമ്പലങ്ങളിലൊക്കെ ആയിരുന്നു, പിന്നെ ഇവിടെ ആരൊക്കെയോ കൊണ്ടുവന്ന് ആക്കിയതാണ്, വളരെ ചുമച്ച് കഷ്ടപ്പെട്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താ അസുഖം എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം TB ആണ് എന്ന് പറയുമ്പോൾ ആകെ അങ്ങ് അന്തം വിടുകയാണ് ശാരദാമ്മ. തുടർന്ന് സിസ്റ്റർ പറയുന്നുണ്ട്, പഴയ ക്ഷയരോഗമല്ല, അതിൻ്റെ ഒരു പുതിയ വകഭേദമാണ്, ഇത് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുമോ എന്ന് ഡോക്ടർമാർ പറയുന്നില്ല, ഗോപാലകൃഷ്ണനെയും കൊണ്ടേ പോകൂ എന്നാണ് അയാളും പറയുന്നത്, അയാൾക്കും ഭേദമാക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല, പലതവണ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി, പിന്നെ റോഡരികിലൊക്കെ വീണ് കിടക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകരോ പോലീസുമാരോ ഒക്കെയാണ് ഇവിടെ കൊണ്ടാക്കുന്നത്, ഇപ്പോൾ അങ്ങനെ ഇറങ്ങി പോകാറില്ല, പോയാലും രക്ഷയില്ലെന്ന് മനസ്സിലായി, പിന്നെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് ശാരദാമ്മ ആകെ അങ്ങ് തളർന്നു നിൽക്കുകയാണ്. അത്രയുമാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. എത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.